ഇവിടെ ഷാജിക്കയുടെ കട ഉണ്ടായിരുന്നില്ലേ, ആ സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം കാണിച്ചിട്ട് നമുക്ക് പുള്ളി ഇപ്പോൾ ഉള്ള സ്ഥലത്തൊന്ന് പോയി നോക്കാം. അവിടെ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. ഞാൻ വീഡിയോ ബോട്ടിംഗ് ഒക്കെ വേണ്ട ബ്രോ, കുറച്ച് കഴിഞ്ഞിട്ട്. എന്തോ അല്ല, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണില്ല. ഞങ്ങൾ ജസ്റ്റ് ഇവിടം വരെ പോയിട്ട് പിന്നെ നടക്കാൻ പോവാം, എന്നിട്ട് അങ്ങോട്ട് പോവാം. പിന്നെ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ബൈ. ഇത് പുള്ളി വാട്ടർ മെട്രോനേക്കാളും ബെറ്റർ പുള്ളിയുടെ ബോട്ടിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ 2 മണിക്കൂർ ക്യൂ നിൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അറിയാൻ പാടില്ല. ഞാൻ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്, കുറേ നാളായി. ഞാൻ ആക്ച്വലി പുള്ളിയുടെ കട ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ ആക്ച്വലി കാണിച്ചു തരാം. ഇവിടെയായിരുന്നു. അതുകൊണ്ടോ ഇവിടെ വേറെ എന്തൊക്കെയോ ഷോപ്പ് വന്നു. ഇത് ആക്ച്വലി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയതായിട്ട് വന്ന ബിൽഡിങ്ങാണ്. ഇതെല്ലാം പുതിയ ബിൽഡിങ്ങാണ്. ഇതും ഇങ്ങനെ ആയിരുന്നില്ല. ഇതൊക്കെ മൊത്തത്തിൽ മാറിപ്പോയി. ആക്ച്വലി ഇവിടെയായിരുന്നു പുള്ളിയുടെ ഷോപ്പ്. ഈ ഒരു ഏരിയയിലായിരുന്നു പുള്ളിയുടെ ഷോപ്പ്. ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു തട്ടുകട സെറ്റപ്പായിരുന്നു. ഇങ്ങനെ ചുമ്മാ ഒരു ഇതില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്തോ അറിയാൻ പാടില്ല, മൊത്തത്തിൽ മാറിപ്പോയി. ഇതെന്താ ക്ലോസ് ചെയ്തിട്ടേക്കണമെന്ന് അറിയാൻ പാടില്ല. ഒന്നുമില്ല. എന്തോരം നാളെ ഇങ്ങോട്ട് വന്നിട്ടല്ലേ, കുറേ നാളെ പണ്ട് വന്ന. അത് എത്ര കൊല്ലം മുന്നേ. ഒന്നുമില്ല, ഇത് ഫുള്ള് പ്ലെയിൻ അല്ലേ. ഈ ബിൽഡിങ്ങില് ഇതൊന്നുമില്ല. ഇത് ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേനും വണ്ടറായി പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് കൊച്ചി വരുന്ന എല്ലാവരും ഞെട്ടും. കാരണം ഒരു 3 വർഷത്തെ ഗ്യാപ്പിനിടയ്ക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ തകർന്നു. അതാ ഇപ്പോൾ ഇവിടെ നമ്മുടെ വോട്ട് കിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇവിടെ ഈ പരിസരത്തായിരുന്നു, എക്സാക്ട്ലി ഇവിടെ ആയിരുന്നു തോന്നണം. ഈ ഒരു റേഞ്ചിലായിരുന്നു പുള്ളിയുടെ കട. ഇവിടെയായിരുന്നു കട, പക്ഷെ മൊത്തത്തിൽ മാറി. ഇവിടെ വന്നിട്ട് എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവണില്ല. ഇവിടെ ഒന്നും മനസ്സിലാവണില്ല. ഇത് മൊത്തത്തിൽ മാറിപ്പോയി. ആണല്ലേ, ശരിയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് മുളവാടോട്ടുള്ള ഇതില്ലേ, ബോട്ടൊക്കെ ഇല്ലേ, അത് ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. വെച്ചാൽ അതെല്ലാം മാറിയില്ലേ. അപ്പം ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ പോണേ. ഒന്നുമില്ല. ഇവിടെ ആ സ്ഥലമൊക്കെ ഞങ്ങൾ +2 പഠിക്കുന്ന ടൈമിന് ഇതൊന്നും ഇല്ലെന്ന് തോന്നണം, ഇല്ലേ? ആ സമയം അവിടെ ഒന്നുമില്ല. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. അവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ്. ആകെ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, ഈ ജെട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടം വരെ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണമായിരുന്നു. ഇപ്പം മൊത്തത്തിൽ മാറിപ്പോയി. ആക്ച്വലി ഈ സ്ഥലം കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ +2 പഠിക്കുന്ന ടൈമിനാണ്. ഇപ്പം മൊത്തത്തിൽ മാറിപ്പോയി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആക്ച്വലി വണ്ടറായി പോയി. ഇതൊന്നും അല്ല ഞാൻ കണ്ടതും ഇപ്പോൾ വന്ന് ഇത് കാണുന്നതും വെച്ച് നോക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, മൊത്തത്തിൽ മാറിപ്പോയി. ശരിക്കും ഇവിടെ ഇല്ലേ ഈ സ്ഥലം കണ്ടോ, ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ബോട്ടിൽ കയറി പോയിക്കൊണ്ടിരുന്നത്. വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയയില്ലേ, ഇവിടെ നിന്ന് ബാക്ക് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് കാട് പിടിച്ചെടുക്കണമായിരുന്നു. അതൊന്ന് കാണിക്കോ. ഈ ഏരിയയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഫുള്ള് കാട് പിടിച്ചെടുക്കുമായിരുന്നു. ഇപ്പം മൊത്തത്തിൽ മാറി അടിപൊളിയാക്കി. ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ടല്ലേ. ശരിക്കും ഞാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില്ലേ, ആ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനല്ലേ, അതാണ് ഞാൻ വണ്ടറായി പോയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഈ സാധനം കാണുക. ശരിയാണല്ലോ, നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ. വാട്ടർ മെട്രോ പോയി നോക്കാം. വായോ, നമുക്ക് വാട്ടർ മെട്രോ കയറി നോക്കാം. പ്ലാനൊന്നും ചെയ്തിട്ടില്ല, അവിടെ പോയിട്ട് നോക്കാം. എങ്ങോട്ട് പോകണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല, പോയി നോക്കാം. ഒന്ന് വായോ. ഇതാണ് സ്റ്റേഷൻ. മൊത്തത്തിൽ അടിപൊളിയാക്കിയില്ലേ, അടിപൊളിയാക്കി അല്ലേ, മൊത്തം അടിപൊളിയാക്കി. ഇതാണോ എൻട്രൻസ്? ഇതാണോ? അപ്പം ഇതെന്താ
ഇതാണ് എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ എന്തുണ്ട്? ആ ഇതെന്താ? ക്രേ ബോക്സാ ഇത്? നോക്കി ഇതെന്താണ്? ഓ ഇത് മറ്റേ വെൻഡിങ് മെഷീനോ? ആ ഓക്കെ. വെൻഡിങ് മെഷീൻ ഒന്നും വേണ്ട, നമുക്ക് പോയി നോക്കാം. ടിക്കറ്റ് എടുക്കാം. എങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്തോ? കയറിയിട്ട് നോക്കാനോ? ഓ ഇവിടെയാണോ? ഇവിടെ ഇവിടെ ടിക്കറ്റ്. ടിക്കറ്റിൻ്റെ ക്യൂ. എങ്ങോട്ടേക്കാ? കൊച്ചിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. എന്നാൽ കൊച്ചിക്ക് പോവാം. നമുക്ക് പ്രത്യേകിച്ച് കാക്കനാടോട്ട് ട്രിപ്പ് പോകണമെങ്കിൽ വൈറ്റ് ഡേന്ന് കയറണം. കുറച്ചും കൂടെ സീനിക് റൂട്ടായിരുന്നു. അതൊന്നും വേണ്ട. ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ ഉള്ളേ കൊച്ചി. കൊച്ചി. എന്നാൽ നമുക്ക് ആദ്യം കൊച്ചി പോവാം. കൊച്ചി പോയിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം. ആ വലിയ ക്യൂ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതാണ്. ഇന്ന് തിരക്കില്ല ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇന്ന് തിരക്കില്ലെന്ന് തോന്നുന്നു. വലിയ ക്യൂ ഇല്ല. ആകെ ഒരു ഇത്ര ഉള്ളൂ ക്യൂ. 5-8 പേരെ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും കൊച്ചിക്ക് ടിക്കറ്റ് എടുക്കാം. കൊച്ചിയിലൊന്ന് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവം നോക്കാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. 1:45 ട്രെയിൻ. അല്ല ട്രെയിനോ? മെട്രോ ട്രെയിനോ? ബസ്സിൽ അങ്ങനെ ശീലമായിപ്പോണ്ട്. മെട്രോ ട്രെയിനല്ല, ഊബർ. ഹലോ 3 എത്രയാ? 50 രൂപ ഉണ്ടാവും. വേക്കൻസി അനുസരിച്ച് കയറാട്ടോ. അകത്തെ വേക്കൻസി അനുസരിച്ച് കയറാം. അകത്ത് കയറി വെയിറ്റ് ചെയ്യണോ കേട്ടോ? താങ്ക് യു. ഒരാൾക്ക് 50 രൂപയാണെന്ന് തോന്നുന്നു. യെസ്, ഇതാണ് ടിക്കറ്റ്. വേക്കൻസി നോക്കിയിട്ട് കയറാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പോയി നോക്കാം. തിരക്കില്ലെങ്കിൽ കയറാൻ പറ്റുമായിരിക്കും. പോയി നോക്കട്ടെ. എവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാം? ഇതാ ക്യൂ? അയ്യോ കുറേ ക്യൂ ഉണ്ട് ഇവിടെ. നമ്മൾ മെട്രോൻ്റെ അകത്ത് കയറി. പക്ഷേ അവിടെ നല്ല ക്യൂ ആണ്. ആ സമയം കൊണ്ടൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. മഴ ആയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട് അല്ലേ? ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെയാണോ വാഷ്റൂം? ആ ഓക്കെ. വാഷ്റൂം കിട്ടി. ഇപ്പോൾ വരാം. ഇതാ എൻ്റെ ദൈവമേ, ഇത് കണ്ടോ? ഇത്രയും ആൾക്കാർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഒരു മിനിമം ഒരു 3-4 ബോട്ടെങ്കിലും വേണ്ടി വരില്ലേ? എന്തായാലും നല്ല വെയിറ്റിംഗ് ഉണ്ടാവും. എന്തായാലും വെയിറ്റ് ചെയ്യാം. വായോ, ഇവിടെ ഇരിക്കല്ലേ? വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റിംഗ് ആണ് കാശ്. കുറച്ച് ടൈം എടുക്കും ഇല്ലേ? ഒരു അടുത്ത ട്രിപ്പ് അല്ലേ? ഇതിപ്പോൾ ഒരു ബോട്ടിൽ എത്ര പേര് കയറാൻ പറ്റും? ഒരു ബോട്ടിൽ എത്ര പേര് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ഓൾറെഡി കുറേ ക്രൗഡ് ഉണ്ട്. എന്തായാലും ജെമിനിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹലോ ജെമിനി. ഹലോ ജെമിനി, കേൾക്കാമോ? ഞങ്ങള് വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഫോർട്ട് കൊച്ചിക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുക. ഇവിടെ ആക്ച്വലി കുറേ ക്രൗഡ് ഉണ്ട്. ഒരു ബോട്ടിൽ എത്ര പേർക്ക് പോകാൻ പറ്റും ഫോർട്ട് കൊച്ചിക്ക്? ഒന്ന് നോക്കിയിട്ട് പറയാമോ? കൊച്ചി വാട്ടർ മെട്രോ ബോട്ടുകളിൽ 2 തരം കപ്പാസിറ്റിയാണുള്ളത്. ചില ബോട്ടുകൾക്ക് 50 പേരെയും മറ്റു ചില ബോട്ടുകൾക്ക് 100 പേരെയും വഹിക്കാനുള്ള ശേഷിയുണ്ട്. നിങ്ങൾ നിൽക്കുന്ന തിരക്ക് കാരണം ചിലപ്പോൾ ബോട്ട് പെട്ടെന്ന് നിറയുന്നുണ്ടാവാം. എന്തായാലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അതൊക്കെ ഓക്കെ. എത്ര പേര്? 50 പേര് കയറുമോ അല്ലെങ്കിൽ 100 പേര് വരുമോ? ഒരു കൺഫർമേഷൻ പറയാമോ? ക്ഷമിക്കണം, കൃത്യമായി ഏതൊരു ബോട്ടാണ് ആ സമയത്ത് ഓടുന്നതെന്ന് പറയാൻ സാധിക്കില്ല. കൊച്ചി കേട്ടോ? 100 പേർക്കും സഞ്ചരിക്കാവുന്ന ബോട്ടുകളുണ്ട്. സാധാരണഗതിയിൽ ഫോർട്ട് കൊച്ചി പോലുള്ള തിരക്കേറിയ റൂട്ടുകളിൽ വലിയ ബോട്ടുകളാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ ഒരു 100 പേരെങ്കിലും പോകാൻ പറ്റുമല്ലേ ഒരു ട്രിപ്പിന്?
എത്ര ബോട്ട് ഉണ്ട് അറ്റ് എ ടൈം, എത്ര ബോട്ട് പോകും അതറിയാമോ? കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഇപ്പോൾ മൊത്തം 20 മുതൽ 23 വരെ ബോട്ടുകളാണ് സർവീസിലുള്ളത്. ഇവയിൽ 50 പേർക്കും 100 പേർക്കും സഞ്ചരിക്കാവുന്ന ബോട്ടുകളുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ ബോട്ടുകളിൽ 100 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഓരോ 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഇടവേളകളിൽ ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുവരെ ഒന്നും അനങ്ങിയിട്ടില്ല. അതെങ്ങനെ ടൈമിംഗ് എങ്ങനെ? ഇപ്പോൾ സമയം 1:42 നെക്സ്റ്റ് ബോട്ട് എപ്പോഴാണെന്ന് നോക്കിയിട്ട് പറയാമോ? ഹായ്, ഇപ്പോൾ സമയം 1:42 ആയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബോട്ടുകൾ ഏകദേശം 20 മുതൽ 30 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് നടത്താറുണ്ട്. കൃത്യമായി അടുത്ത ബോട്ട് എപ്പോഴാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ടെർമിനലിലെ ഡിസ്പ്ലേ ബോർഡ് നോക്കുകയോ അല്ലെങ്കിൽ അവിടെ ചോദിച്ചു മനസ്സിലാക്കുകയോ ചെയ്യാം. അങ്ങനെയല്ലേ? ഇവിടെ ഉണ്ട്, ഒരു ഡിസ്പ്ലേ ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഹിന്ദിയാണല്ലോ, ഹിന്ദിയിലാണല്ലോ എഴുതി വെച്ചാണ് ഹൈക്കോർട്ട് ടു ഫോർട്ട് കൊച്ചി. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് അറിയാമോ? ഇത് മര്യാദക്ക് എഴുതി കാണിക്കണില്ല. ഹൈക്കോർട്ട് ടു ഫോർട്ട് കൊച്ചി 13:45 എന്ന് പറയുമ്പോൾ എത്ര മണിയാ? 2 മണിയോ 2:45? 13:45 എത്ര മണിയാ? എനിക്ക് 1:45 മാറ്റിയത്. ട്രെയിനിലൊക്കെ പഠിക്കാൻ പറ്റും. 13:45 പറയുന്നത് ഉച്ചയ്ക്ക് 1:45 PM ആണ്. ഉച്ചയ്ക്ക് ശേഷം വരുന്ന സമയം ആർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ 24 മണിക്കൂർ ഫോർമാറ്റിൽ കാണിക്കാറുണ്ട്. വേറെ എന്തെങ്കിലും അറിയണം? അതല്ല ജമിനി, 13:45 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് 14 മണിയാണ്. 14 മണി എന്ന് പറയുമ്പോൾ 2 മണി അല്ലേ? അതെ, 14 എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് കൃത്യം 2 PM ആണെന്ന് കറക്റ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. നിങ്ങളുടെ യാത്ര പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ എന്തെങ്കിലും അറിയണം? വേറെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഇത് മതി. ബാക്കി ഞാൻ വഴിയെ ചോദിക്കാം. ഞാൻ ജെമിനിയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ ജെമിനി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ജെമിനി ഓക്കെ ബൈ, ഞാൻ ഇവിടെ പറഞ്ഞു ഓക്കെ ബൈ. ഞാൻ ആക്ച്വലി എൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു. ജെമിനിയാണ് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. ജെമിനി ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാം. ആ കഴിഞ്ഞോ? ആ കഴിഞ്ഞല്ലേ? ഇനി അടുത്ത ബോട്ട് വരണവരെ വെയിറ്റ് ചെയ്യാം. 2 മണിയോ? 15 മിനിറ്റല്ലേ ഉള്ളൂ. ഇപ്പം എത്ര മണിയായി? ജെമിനിയുടെ അടുത്ത് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജെമിനി എന്തെങ്കിലും പറയും. കുറച്ചും കൂടി അത് കൊടുക്കും. മെസ്സേജ് ഒന്നുണ്ട്, ഡാറ്റ കഴിഞ്ഞു എന്നതാണ്. അയ്യോ, ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ടാവും, ചെക്ക് ചെയ്യാം. ഇവിടെ ഉണ്ടോ? വാട്ടർ മെട്രോ കാണാമല്ലോ. വാട്ടർ മെട്രോ എന്നാണോ അതിൻ്റെ പേരെന്താ? അല്ല, നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ടെന്നാണ് പറയണത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഭാരത് വൈഫൈ, ഫ്രീ വൈഫൈ കണക്ട് ചെയ്ത് നോക്കാം. എന്താ അതിൻ്റെ പേര്? ഇതാണോ ഭാരത് വൈഫൈ? ഇതാണ് അതിൻ്റെ പേര്. ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനും നോക്കാം. കണക്റ്റ് ആയി, പക്ഷേ ചെക്കിംഗ് ഫോർ ഇൻ്റർനെറ്റ് ആക്സസ് എന്നാണ് കാണിക്കണേ. ഒന്നുമില്ല. എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ഇത് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണത് എങ്ങനെയാണ്? ഒന്നും കണക്റ്റ് ആയിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നാനുള്ളത് ഇത് വർക്കാവുമെന്ന്. വർക്കാവണില്ല. ഞാൻ നോക്കട്ടെ. എനിക്കൊന്ന് ഹോട്ട്സ്പോട്ട് ഇട്ട് തരാമോ? എൻ്റെ ഇതിൽ വർക്ക് ഹോട്ട്സ്പോട്ടിനായിരിക്കും ബെറ്റർ എന്ന്. മതിയോ? ഇല്ല, എനിക്കും വർക്കിംഗ് അല്ല. ഞാൻ ഹോട്ട്സ്പോട്ട് ഇട്ടാൽ. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് റീചാർജ് ചെയ്യാം. വാട്ടർ മെട്രോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറണത്. നമുക്ക് കയറി നോക്കട്ടെ. കൊച്ചിയിലോട്ടാണ് നമ്മുടെ ട്രിപ്പ്. സീറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ വീണ്ടും വാട്ടർ മെട്രോ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറി. ഓ, ഇത് അടിപൊളിയാണ് കേട്ടോ.
ഏയ് നമ്മുടെ ഇതുപോലെ ഉണ്ടല്ലേ? അതാണ് നമുക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ നമുക്ക് അതിൽ വ്യൂ കിട്ടും. ആ സൈഡിൽ ആണോ? ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അവിടെ ഇരിക്കാമോ? ആ ഇവിടെ ഇരിക്കാം. യെസ്, കുഴപ്പമില്ല, ഇവിടെ ഇരിക്കണോണ്ട് കുഴപ്പമില്ല. സീറ്റ് ഓൾമോസ്റ്റ് ഫില്ലായി അല്ലേ? നമുക്ക് ഇവിടെ എത്ര പേര് കയറുള്ളൂ? ഇതിപ്പോ എത്ര പേര് കയറും? ഇതിന്റെ കപ്പാസിറ്റി എത്ര ആയിരിക്കും? ഇതിലിവിടെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. എവിടെ എഴുതിയേക്കണേ? എവിടെയെങ്കിലും കാണും. എണ്ണേണ്ടി വരുമോ? നല്ല എൻട്രൻസിൽ കാണും. ആണോ? എണ്ണിക്കോ? അത്യാവശ്യം ആൾക്കാർ കയറുമല്ലേ? പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോ കയറേണ്ടത്. ഞാനിവിടെ ഇതിനു മുമ്പ് കയറിയിട്ടില്ല. കൊച്ചിക്കാരനായിട്ട് കൂടി. അതെ, ഞാൻ ലാസ്റ്റ് കയറണ ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പുറത്ത് ചെട്ടി ഉണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് നോർമൽ ബോട്ടിൽ അതിലാണ് കയറിയിട്ടുള്ളൂ. ഇതിന് ഫ്ലൈറ്റിൽ പോകുന്ന പോലെയാ, അനക്കമില്ല. ഇത് ശരിക്കും നമ്മുടെ ഇതില്ലേ മെട്രോ റെയിലില്ലേ, അതുപോലെ ഉണ്ട് ഇന്റീരിയർ. അതുപോലെ അതെല്ലാം ഒരു സെയിം തീമാണ്, കളർ തീമും അല്ല. അത് മാത്രമല്ല, ഇതൊന്ന് മൂവ് ആയി കഴിഞ്ഞാലാണ് ബാക്കി പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. വേറെ നമുക്ക് വൈറ്റില കാക്കനാട് റൂട്ട് പിടിക്കാം. ആ റൂട്ട് ചെറിയ റൂട്ട് കൂടെ പോകുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതെയോ? ഇതിപ്പോ ത്രൂ സീ ആണ്, നമ്മൾ ഒരുപാട് വർഷം കണ്ടതാണ്. പക്ഷെ മറ്റേ റൂട്ട് ഇതിപ്പോ ഡയറക്റ്റ് ഫോർട്ട് കൊച്ചി. ഡയറക്റ്റ് ഫോർട്ട് കൊച്ചി. ഓക്കെ. ഇതിന് വേറെ ഏതൊക്കെ റൂട്ട് ഉണ്ട്? ഇവിടെ നിന്ന് വെല്ലിംഗ്ടൺ, വൈപ്പിൻ, അങ്ങനെയാണ്. വൈപ്പിൻ പിന്നെ കാക്കനാട് എന്തോ പറഞ്ഞത്? കാക്കനാട് വൈറ്റില എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഇത് ഐലൻഡ് പോകാൻ കടലാണ്, അത് ഇൻലൻഡ് കായലാണ്, ഇൻലൻഡ് നാവിഗേഷൻ ആണ്. ഓക്കെ. അതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. പക്ഷെ അത് ഭയങ്കര സീനിക്കാണ്. ഉള്ളിലൂടെ ഉൾവഴിയായതുകൊണ്ട് നമുക്കറിയത്തില്ല. ആക്ച്വലി 2 റൂട്ടാണ്. ഇതിപ്പോ നമ്മൾ പോണത് കടലിൽ കൂടിയാണ്. ഫോർട്ട് കൊച്ചി ഐലൻഡ്, പിന്നെ വൈപ്പിൻ പോണത് കടൽ റൂട്ടാണ്. പിന്നെ വേറൊരു റൂട്ടും കൂടി ഉണ്ട്, വൈറ്റിൽ എന്നൊരു റൂട്ട് ഉണ്ട്. അത് കാക്കനാടൊക്കെ പോകുമ്പോൾ അത് കുറച്ചും കൂടി ഇടുങ്ങിയ വഴിയാണ്, കുറച്ചും കൂടി കാണാനും ബ്യൂട്ടിഫുൾ ആയിരിക്കും പോകാൻ നേരത്ത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. ഒരു നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് ആ റൂട്ട് ഒന്ന് പിടിക്കാം ഒരു ദിവസം. ഇപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കാം, ഫോർട്ട് കൊച്ചി ഒന്ന് പോയി നോക്കാം. ഓക്കെ ഗായ്സ്, സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോ പോണത്. ഇത് ശരിക്കും കുറച്ചും കൂടി നല്ല വൈഡ് വ്യൂ കിട്ടുന്നുണ്ടല്ലേ, നല്ല വൈഡ് വിൻഡോസ് ഒക്കെ ആയിട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് കാണാനാണെങ്കിലും ഇതിനു മുന്നേ ഞാൻ കയറിയിട്ടുള്ള ബോട്ടിലൊന്നും ഇത്ര ഒരു വൈഡ് വ്യൂ കിട്ടിയിട്ടില്ല. ഇത് നല്ല രസമുണ്ട്. ഒരു മഴക്കുള്ള കോളുണ്ട്, എന്താവുന്ന അറിയത്തില്ല. പോയി നോക്കാം. എന്തായാലും മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇത് വളക്കുവാണെന്ന് തോന്നുന്നു. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് പോവുകയാണ്, ബോട്ട് വളച്ചുകൊണ്ടിരിക്കുക. മറൈൻ ഡ്രൈവിൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് കറങ്ങുക. ഓക്കെ, ഇങ്ങോട്ടൊന്ന് ഇവിടെ ഒരു മണിയൊക്കെ ഉണ്ട്. ഇത് എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അതെന്തിനായിരിക്കും? ആ മണി എന്തിനായിരിക്കും? മണി അടിക്കാനായിരിക്കും എന്നാണ് ശാമ്പറ പറയണത്. ഓക്കെ, അറിയത്തില്ല. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഇതിനു മുമ്പുള്ള ഒരു ബോട്ടിൽ പോയ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും വാട്ടർ മെട്രോ കുറച്ചും കൂടി ബെറ്ററാണ്. നല്ല വൈഡ് വ്യൂ കിട്ടുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ഫീല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങളുടെ അങ്ങോട്ട്, എൻ്റെ വീടിൻ്റെ അങ്ങോട്ടൊക്കെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. പഴയ മരത്തിൻ്റെ ബോട്ടിൽ അങ്ങനത്തെ ബോട്ടുകളായിരുന്നു. പണ്ടാണ് കേട്ടോ, ഒരു 10-15 വർഷമായിട്ട് ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. കുറേ നാൾക്ക് ശേഷം ബോട്ടിൽ കയറണത് ഇത് ആദ്യമായിട്ട്. ഇത് കണ്ടോ, അതാണ് ബോൾഗാട്ടി പാലസ്. ഈ കാണുന്ന ഐലൻഡാണ് ബോൾഗാട്ടി പാലസ്. ദിസ് വൺ, ഇത് അതിനൊരു ക്ലോസ്. ഇതാണ് ബോൾഗാട്ടി പാലസ്. പിന്നെ ഇവിടെ കണ്ടെയ്നറിൻ്റെ ഇതുണ്ട്, കണ്ടെയ്നർ ടെർമിനൽ. ഇതിനെന്താ പറയുക, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ക്രെയിനൊക്കെ കണ്ടോ? അവിടെയാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് പറയാം, ഈ സൈഡാണ് ഫോർട്ട് കൊച്ചി. ആക്ച്വലി ഈ ലാൻഡ് കാണുന്നുണ്ട് ഇവിടെ, ഇതാണ് ഫോർട്ട് കൊച്ചി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. സ്കൈ ആണെങ്കിലും ഒരു മഴക്കുള്ള കോളുണ്ട്, മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം.
എന്തായാലും വ്യൂ നല്ല രസമുണ്ട്. നമ്മുടെ ഗ്രാൻഡ് ഹയാത്താണ് കാണുന്നത്. ഇതിൽ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ആക്ച്വലി. നോർമലി നമ്മൾ പഴയ ബോട്ടിലൊക്കെ പോകണ വെച്ച് നോക്കുമ്പോഴത്തേനും ഇത് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആയിപ്പോയി അല്ലേ? നല്ല അപ്ഡേറ്റ് ഉണ്ട്. അതെ, ഒരു ഇത് ഫീൽ ചെയ്യണില്ല. നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അത് മാത്രമല്ല കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ഇത് വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടി സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. നേരത്തെ ബോട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. ആനയാടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് നോക്കി, കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഒരു ക്ലോസ് റേഞ്ചിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇത് ഈ വഴിയാണ് പാസ് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് കാണിക്കുക. ഇതാണ് കണ്ടെയ്നർ ടെർമിനൽ. ക്രെയിൻ കണ്ടോ? എന്തോ എഴുതി വെച്ചാൽ DP വേൾഡ്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇത് ആ ഷിപ്പിൽ നോക്കി കുറേ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ കിട്ടത്തില്ല. ഇത് വാട്ടർ മെട്രോയിൽ കയറി പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടണത്. നല്ല രസമുണ്ട്. എന്തായാലും ഇതിൽ വാട്ടർ മെട്രോ പോവാൻ തോന്നിയത് നന്നായി. ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. നിങ്ങൾ ഇടയ്ക്ക് സമയമുള്ളപ്പോൾ ഒന്ന് വാട്ടർ മെട്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല രസമുണ്ട്. നമ്മൾ ഏകദേശം പകുതി എത്തിയിട്ടുണ്ട്. കപ്പലിൻ്റെ പേരെന്തോ എഴുതി വെച്ചിട്ടുണ്ട്, CSI മുംബൈ. CSI മുംബൈ എന്നാണ് ആ കപ്പലിൻ്റെ പേര് കണ്ടെയ്നറുള്ളത്. ഇവിടെ ഒരു ശ്രേയസ് എന്ന് പറഞ്ഞിട്ടൊരു കപ്പലും കൂടി ഉണ്ട്. രണ്ടും CSL ഇല്ലില്ല, രണ്ടും ഡിഫറെൻ്റ് ആണല്ലേ. ഒരെണ്ണം CSI മുംബൈ, ഒരെണ്ണം CSL മുംബൈ. രണ്ടും മുംബൈ ബേസ്ഡ് കമ്പനിയാണെന്ന് തോന്നുന്നു. ഒരു കപ്പലിൽ ശ്രേയസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. DP വേൾഡ് എന്ന് പറഞ്ഞാൽ ദുബായ് പോർട്സ് വേൾഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആക്ച്വലി കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഈ ഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നത് ഈ ഷിപ്പാണ് കുറച്ചും കൂടി വലുത്. ഇതിൽ കുറേ കണ്ടെയ്നേഴ്സ് കയറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും ക്ലോസ് റേഞ്ചിൽ ഞാനിത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ലോങ് റേഞ്ചിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഇത്രയും ക്ലോസ് റേഞ്ചിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യണതും ഇത്രയും വലിയ ഷിപ്പ് ഇത്രയും ക്ലോസ് റേഞ്ചിൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇതിൽ കൂടി ട്രാവൽ ചെയ്യണതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഫോർട്ട് കൊച്ചിയിലാണ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ ഞാൻ ബോട്ടിൽ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നല്ല, വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് ഫെറി ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് വൈപ്പിൻ വരും, വൈപ്പിനിൽ നിന്ന് പിന്നെ ഫോർട്ട് കൊച്ചിക്ക് പോകും. അപ്പോഴൊന്നും ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ചും കൂടി കളർഫുള്ളാണ്. അവിടെ നിന്ന് പോകുമ്പോഴത്തേന് ഇങ്ങനത്തെ ഒരു ലുക്കല്ല. നമ്മൾ ഇത്ര ഒരു ടൈമും ഇല്ല. ഇത്ര ടൈം നമുക്ക് ട്രാവൽ കിട്ടത്തില്ല. പെട്ടെന്ന് തീരണ പോലത്തെ ഒരു ഇതായിരുന്നു, ട്രാവലായിരുന്നു. അതും ഇങ്ങനത്തെ ഒരു ഭംഗിയുമില്ല. ഇപ്പോൾ ഒരു ആട്ടമുണ്ട്. ഇത് നമ്മൾ ശരിക്കും ആ ഏരിയ എത്താറായി. ആ കടലും കായലും തമ്മിൽ ഒരു ക്രോസിങ് ഉണ്ടല്ലോ, ആ ഒരു ഏരിയ എത്താറായതുകൊണ്ടാണ് ഈ ഒരു ആട്ടം. നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇവിടെ കൂടി പോകുമ്പോൾ വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, ആ ബോട്ടിൽ അവിടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഇതുപോലെ ആയിരിക്കും ആട്ടം ഒരുക്കി. ആ ഒരു സാധനം കിട്ടുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ എത്താറായി തോന്നുന്നു. അതാണ് ഈ ആട്ടം ഫീൽ ചെയ്യുന്നത്. ഇതാണ് വൈപ്പിനാണത്. നമ്മൾ വൈപ്പിനല്ല ഫോർട്ട് കൊച്ചിയല്ലേ. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അതെനിക്ക് മനസ്സിലായില്ല. വൈപ്പിനാണ് ഇപ്പോൾ അടുപ്പിച്ചേക്കണത്. ചിലപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമായിരിക്കും. നമ്മൾ ആക്ച്വലി എടുത്തത് ഫോർട്ട് കൊച്ചി. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. നോ,
ഇത് അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി ഫോർട്ട് കൊച്ചിക്കാണ് ടിക്കറ്റ് എടുത്തത്. ഓക്കെ, ചിലപ്പോ ഇവിടെ നിർത്തിയിട്ട് ആളെടുത്തിട്ട് പിന്നീട് ഓക്കെ ഓക്കെ അറിയാൻ പാടില്ല. പോയോ എനിക്ക് തോന്നണത് പോകുമായിരിക്കും അല്ലേ? പോകുമായിരിക്കും. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ചിലപ്പോ ഇനി എങ്ങാനും പോകണ്ട. ഒരിക്കലുമില്ല. എന്നാലും ഇതെന്താ ഇവിടെ നിർത്തിയിട്ടേക്കണേ? ഇവിടെ ആളെ ഇറങ്ങാനുള്ളവര്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ആളെ ഇറക്കിയിട്ട് പോകും, അതായിരിക്കും അല്ലേ? ഇവിടെ ആളെ ഇറക്കുന്നും കയറ്റുന്നൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇവിടെ നിർത്തിയേക്കണത്. നമുക്ക് ആക്ച്വലി കൊച്ചിക്കാണ് പോകാനുള്ളത്, ഫോർട്ട് കൊച്ചിക്കാണ് പോകാനുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തത് ഫോർട്ട് കൊച്ചിക്കാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിർത്തിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് വണ്ടറായി പോയി, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ നിർത്തിയത് ഇല്ലേ? എന്തായാലും നോക്കാം, എന്തായാലും കഴിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞു. രണ്ടുപേരും കൂടി കയറി. ഓക്കെ, കഴിഞ്ഞു. ചിലപ്പോൾ ഇപ്പോൾ പോവാം. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ബൈക്കിൽ ഇറങ്ങാനുള്ള ആൾ ഇവിടെ ഇറങ്ങാൻ മറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് പിന്നെ റിട്ടേൺ വരേണ്ടി വരും. അറിയത്തില്ല, ആരെങ്കിലും ഇവിടെ മറന്നിരിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ചെന്നിറങ്ങും പറയാം, അയ്യോ ഞാനിവിടെ എല്ലാം ഇറങ്ങാൻ ഉദ്ദേശിച്ചു. എന്തായാലും പോയി നോക്കാം. ഇതാണ് ജങ്കാർ ജെട്ടി. ഞങ്ങൾ ആക്ച്വലി കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ആണ് ജങ്കാറിൽ കയറി പോയിക്കൊണ്ടിരുന്നത്. ബോട്ടും ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ബോട്ട് ഇവിടെ ആയിരുന്നു, ഈ സൈഡിൽ നിന്നായിരുന്നു. ഇവിടെ കുറച്ചും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നായിരുന്നു ബോട്ട് ഉണ്ടായിരുന്നത്. ആ ജെട്ടി ഉണ്ട്, അതാണ് ബോട്ട് ജെട്ടിയാണ് കാണുന്നത്. ഇവിടുന്ന് ജങ്കാർ, ഇവിടുന്ന് ബോട്ട്. ഈ ആട്ടമാണ് ഞാൻ പറഞ്ഞത്, ഒരാട്ടം ഫീൽ ചെയ്യണല്ലോ. ഇത് നമ്മളിപ്പോൾ ഡയറക്റ്റ് ക്രോസ് ചെയ്യുവാണ്. ഇത് ഈ സൈഡ് കായലും ഈ സൈഡ് കടലുമാണ്. അതാണ് ആ ഒരു ഇത് കണ്ടോ, ആ തിര കണ്ടോ, ഇത് കണ്ടോ, അപ്പുറത്ത് കാണുന്ന ഇതാണ് കടല്. കടലും കായലും തമ്മിൽ ക്രോസ് ചെയ്യണ ഒരു സ്ഥലമുണ്ട്. അതാണ് ഈ ഒരു ആട്ടം ഫീൽ ചെയ്യണത്. ഇതുവരെ ഭയങ്കര സ്മൂത്തായിരുന്നു. ഇത് നോക്കി, ആ തിരയൊക്കെ അടിക്കണുണ്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ നോക്കിക്കോട്ടോ, തിര അടിക്കണുണ്ടോ. ആ ദൂരെ കാണുന്നുണ്ടോ, ആ വൈറ്റ് കാണുന്നുണ്ടോ, ആ തിര അടിക്കണുണ്ടോ, അതാണ് കടല്. ആ ചീനവലൊക്കെ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. ഈ ആട്ടം കണ്ടോ, ഇത് നോക്കി, ഈ തിര നോക്കി, ഇവിടെ നോക്കി ഉണ്ടോ, ഇത് കണ്ടോ, ഈ ആട്ടം ഫീൽ ചെയ്യണോ. ഇത് ഇത് ക്രോസ് ചെയ്യണോണ്ടാണ് ഈ ഒരു ആട്ടം ഫീൽ ചെയ്യണം. ശരിക്കും പണ്ട് ഇവിടെ കൂടി ബോട്ടിന് പോകില്ല, പഴയ ബോട്ടിന് പോകാൻ നേരത്ത് ശരിക്കും ശരിക്കും പണ്ട് ബോട്ടിൽ പോയിക്കൊണ്ടിരുന്ന പഴയ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പേടിയാവും. ഈ ഒരു ആട്ടം വരുമ്പോൾ ഇത് കുറച്ചും കൂടി സ്റ്റേബിളാണ്, ഈ ബോട്ട് നല്ല സ്റ്റേബിളാണ്. പണ്ടത്തെ ബോട്ട് ഭയങ്കര പേടിയാവുമായിരുന്നു ആ ടൈമിൽ കേട്ടോ. ഒരു കുറേ കൊല്ലം മുന്നെയാണ്, ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്താണ്, ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ഇപ്പോൾ പക്ഷേ ഈ ബോട്ട് കുറച്ചുകൂടി സ്റ്റേബിളാണ്, നമുക്ക് അങ്ങനെ പേടിയൊന്നും വരണില്ല. ആട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ ആടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ നല്ല രീതിയിൽ ആടുന്നുണ്ട്. അടിപൊളി. ഓക്കെ, നമ്മളത് ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്, ഫോർട്ട് കൊച്ചി ജെട്ടിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജെട്ടി. ഓക്കെ, ഇതൊക്കെ ഫുള്ള് മാറ്റി കേട്ടോ. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഫുള്ള് മാറി. എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ഇതുവഴി ട്രാവൽ ചെയ്തിട്ട് തന്നെ. നല്ല മാറ്റം ചെയ്യുന്നുണ്ട്, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പണ്ട് ഈ ജെട്ടിലോട്ടൊക്കെ വരൂലേ, ഭയങ്കര പേടിയാവും.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആട്ടവും കുലുക്കും. അത് മഴയുള്ള സമയത്തൊക്കെ നല്ല പേടിയാവും ശരിക്കും. പക്ഷെ ഈ മണി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവൂല്ലേ ആവാം, അറിയില്ല. എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവും, നമുക്ക് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടുണ്ടോ. ഇതിന് എന്തെങ്കിലുമൊക്കെ റൂൾ ഉണ്ടാവും. ആ, നമുക്ക് ഇതിന്റെ ടെക്നോളജി ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഈ സംഭവം ഞങ്ങളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളില്ലേ, അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അത് എന്താണെന്ന് കമന്റ് ചെയ്യാം. അപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു പിടുത്തില്ല. നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്, കൊച്ചിയിലെത്തി. തിരക്കുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഇതൊന്ന് കഴിയട്ടെ, വായോ നമുക്ക് നോക്കാം. ഇവിടെ എന്തോ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഇത് എന്തിനുള്ള ഡിസ്പ്ലേ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള ഡിസ്പ്ലേ ആയിരിക്കും അല്ലേ. നോക്കാം. ഓക്കെ, നമ്മളെത്തി. കമോ. ഓ, ആടുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ബോട്ടിൽ വന്നിറങ്ങണ പോലെയല്ല, കുറച്ചും കൂടി സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്, ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. റൈഡ് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞാൻ പണ്ടാണ് ഇതിന് മുമ്പ് കൊച്ചിയിൽ ബോട്ടിൽ വന്നത്. അത് കണ്ടോ, ആ ജങ്കാർ കണ്ടോ, ആ ജങ്കാറിൽ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത്. പണ്ട് വന്ന എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷം ഞാൻ ഇപ്പോൾ വരാം. ഇവിടെ മൊത്തത്തിൽ മാറിപ്പോയി. ഇവിടുത്തെ ഇതാണെങ്കിലും സ്റ്റേഷനാണെങ്കിലും എല്ലാം മാറിപ്പോയി. എല്ലാം കുറച്ചും കൂടി അപ്ഡേറ്റായി, ഭയങ്കര അപ്ഡേറ്റ് ആയിപ്പോയി. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, മൊത്തം ഡിഫറെൻ്റായി. ചിലപ്പോൾ ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ഇവിടെ ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ബുക്കുണ്ട്. പക്ഷേ ബുക്ക് വായിച്ച് ഞാൻ അപ്പം തന്നെ ഉറങ്ങിപ്പോ. അത് കാരണം അതിനൊന്നും നോക്കണ്ട. ഇവിടെ കുറേ ഷോപ്പുണ്ട്. ഷോപ്പാണോ? ഇല്ല, ഷോപ്പൊന്നുമില്ല അല്ലേ. നമുക്ക് എക്സിറ്റ് അടിക്കാം, വായോ. ഓക്കെ, നമ്മൾ എക്സിറ്റ് അടിക്കും. After a long time. എൻ്റെ പഴയ സ്ഥലത്ത് വന്നേക്കാണ് ഞാനിപ്പോൾ. കുറേ നാളായി കൊച്ചി വന്നിട്ട് കുറേ നാളായി. ഇപ്പോൾ ഞാൻ പഠിക്കണ സമയത്ത് വന്നതല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യണ സമയത്ത് ഞാൻ ഇത് പ്രീ വെഡിങ് ഷൂട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് കൊച്ചിയിലായിരുന്നു. ഇവിടെ അല്ല, കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ മാറിയ നല്ല ഏരിയാസ് ഉണ്ട്. ഇതിപ്പോൾ നേരെ ഇങ്ങോട്ട് പോകണമെങ്കിൽ ബീച്ചാണ്. ഇവിടെ പാർക്കുണ്ട്. ഇതിൻ്റെ അകത്താണ് പാർക്ക്. പാർക്കിലൊന്ന് പോയി നോക്കിയോ. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലത്തുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. താങ്ക് യു, ബൈ.